ഇത്തരമൊരു സദസ്സിൻ്റെ മുമ്പാകെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കുള്ള അഭിമാനം ആദ്യമേ പങ്കുവെക്കുകയാണ്. സ്വന്തം വ്യക്തിഗതമായ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കക്കാട് എഴുതിയ 2 വരികളാണ് സാമൂഹ്യമായ മാനങ്ങളോടുകൂടി ഇവിടെ ഉദ്ധരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ചു നാം, ഇത്തിരി ശാന്തിതൻ ശർക്കര നണയുവാൻ. ഇത് ഇന്ന് നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തിരി ശാന്തിയുടെ ശർക്കര നണയുവാൻ കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ച ആളുകളാണ് ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അവരെയെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന പുതിയ തലമുറയുടെ പ്രാതിനിധ്യം കൂടി വഹിച്ചുകൊണ്ട് ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. എന്താണ് ഇത്തിരി ശാന്തിയുടെ ശർക്കര നണയുവാൻ നമുക്ക് ലഭിച്ച അവസരം എന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ പറയാൻ കഴിയുന്നത് അത് കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ്. ലോകത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഇങ്ങനെ ഇരിക്കാനും ചർച്ച ചെയ്യാനും സമാധാനത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതൊരു ചെറിയ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ലോകപ്രസിദ്ധമായ ഒരു സിനിമയിൽ അതിൻ്റെ ഭാഗമായ ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. ഹംഗേറിയൻ സിനിമയാണ്. ദ ഫിഫ്ത്ത് സീൽ അഥവാ 5-ാം മുദ്ര എന്നാണ് സിനിമയുടെ പേര്. സോൾട്ടാൻ ഫാബ്രി എന്ന് പറയുന്ന പ്രഗത്ഭനായ സംവിധായകനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. സമഗ്രാധികാരത്തിനെതിരെയുള്ള സന്ദേശം ലോകത്തിന് നൽകുന്ന പ്രഗത്ഭമായ സിനിമകളിൽ ഒന്നാണ് ദ ഫിഫ്ത്ത് സീൽ. ബൈബിളിൽ വെളിപാടുകളിലാണ് 7 മുദ്രകളെ സംബന്ധിച്ച് പറയുന്നത്. ആ 7 മുദ്രകളിൽ 5-ാം മുദ്ര സൂചിപ്പിക്കുന്നത് നീതിമാന്മാരായ രക്തസാക്ഷികളുടെ നിലവിളി എന്നാണ് ബൈബിളിനെ വ്യാഖ്യാനം ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സമഗ്രാധികാരത്തിനെതിരെയുള്ള വ്യത്യസ്ത തലങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട മനുഷ്യാവസ്ഥകളുമെല്ലാമാണ് ആ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. പക്ഷെ ആ സിനിമയുടെ വിശദാംശങ്ങളല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതിൽ സാന്ദർഭികമായി വരുന്ന ഒരു കഥയാണ്. ആ കഥ ഈ സമഗ്രാധികാരത്തിൻ്റെ ഭരണകൂട പ്രതിനിധികൾ അറസ്റ്റ് ചെയ്യുന്ന 4 ആളുകളിൽ ഒരാളാണ് അവതരിപ്പിക്കുന്നത്. അവരൊരു കടയിലിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കഥ കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. അയാൾ ഈ ഫാസിസ്റ്റുകൾ വേട്ടയാടുന്ന ജൂതന്മാരുടെ മക്കളെ അണ്ടർഗ്രൗണ്ടിൽ സംരക്ഷിക്കുന്ന ഒരാളാണ്. പിറ്റേന്ന് വരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കഥ പറയുന്നതിൻ്റെ പിറ്റേന്ന്. കഥ ഇങ്ങനെയാണ്. മുമ്പ് ഒരു ദ്വീപിൽ ഒരു സമ്പന്നനായ മനുഷ്യനുണ്ടായിരുന്നു. ദ്വീപിൻ്റെ ഉടമയായി. അയാളുടെ കീഴിൽ ഒരു അടിമയുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ രീതി ഉപയോഗിച്ചുകൊണ്ട് അടിമയെ ഭേദ്യം ചെയ്യുക പതിവായിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ ഈ ഉടമക്ക് തരിമ്പും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അയാളുടെ മൂല്യവ്യവസ്ഥ അനുസരിച്ച്, അയാളുടെ ധാർമ്മിക ബോധമനുസരിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറ്റബോധമില്ല. ഈ ക്രൂരതകളെല്ലാം ഏറ്റുവാങ്ങുന്ന നമ്മുടെ സങ്കല്പത്തിനും അതീതമായ തരത്തിലുള്ള ക്രൂരതകളെല്ലാം ഏറ്റുവാങ്ങുന്ന അടിമയ്ക്കാകട്ടെ യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. ഇത് താൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള തരത്തിൽ
തൻ്റെ ധർമ്മം ഈ പീഡനങ്ങൾ അനുഭവിക്കുക ആണ് എന്ന രൂപത്തിലുള്ള ബോധമായതുകൊണ്ട് തന്നെ ഈ ക്രൗര്യം ഏറ്റുവാങ്ങുന്നതിന് അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നു. ഈ കഥ അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം കൂട്ടുകാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു അവസ്ഥയാണ് തിരഞ്ഞെടുക്കാൻ അവസരം തരുന്നതെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയാണ് തിരഞ്ഞെടുക്കുക? ഇത് നമുക്കെല്ലാം സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരാളെ ക്രൂരമായി ഭേദ്യം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള ധാർമ്മിക ച്യുതിയും അനുഭവപ്പെടാത്ത ബോധമുള്ള ഒരു മനുഷ്യൻ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഒരു തരത്തിലും തൻ്റെ തെറ്റുകൊണ്ടല്ല, അത് തനിക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന് കരുതുന്ന മറ്റൊരു മനുഷ്യൻ. ഈ രണ്ട് ജീവിതങ്ങളിൽ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ എങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് കുതറി മാറിയവരാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്നുള്ള തെറ്റിപ്പിരിയലുകളാണ് മനുഷ്യന്റെ പുരോഗതിക്കും മാറ്റത്തിനുമൊക്കെ അടിത്തറയായിട്ടുള്ളത്. ആ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെയെല്ലാം തനിക്ക് തുല്യരായി പരിഗണിക്കപ്പെടുന്ന മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. നമ്മളതിന് സമത്വബോധം എന്ന് പറയും. ആ സമത്വബോധം രൂപപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അടിമബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യബോധത്തിലേക്ക് മനുഷ്യൻ മാറി തുടങ്ങുന്നത്. ആ അടിമബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യബോധത്തിലേക്ക് സമത്വബോധത്തിലേക്ക് മാറി തുടങ്ങിയ മനുഷ്യന്റെ സഞ്ചാരത്തിലെ നമ്മുടെ അവസാനത്തെ ഘട്ടത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ 1953 മുതൽ ആരംഭിച്ച് ഈ പ്രദേശത്ത് കലാസമിതി പ്രവർത്തനവും ഗ്രന്ഥാലയ പ്രവർത്തനവുമായി സാർവദേശീയ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം ഈ പ്രദേശത്തിന്റെ മാറ്റത്തിനും നിർണായകമായ പങ്കുവഹിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഇത് നിലനിർത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും ഇതിൻ്റെ കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു പരിശോധന നല്ലതാണ് എന്ന എൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. സമത്വബോധം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആത്മീയമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർക്കിടയിലുള്ള വിവേചനങ്ങൾക്കും അനീതികൾക്കുമെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ച മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. അയ്യ വൈകുണ്ഠസ്വാമികൾ 1836 സമത്വ സമാജം എന്ന സംഘടന രൂപീകരിക്കുന്നു. 1836 സമത്വ സമാജം രൂപീകരിച്ചുകൊണ്ട് ഒരു കുലം, ഒരു മതം, ഒരു ദൈവം എന്ന ആശയം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 1836 എന്ന് പറയുന്നത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെയായി നിൽക്കുന്ന സമയം. തിരുവിതാംകൂറിലെ അന്നത്തെ ജനസംഖ്യ 1836 നടന്ന സെൻസസ് അനുസരിച്ച് 1836 ജനസംഖ്യ 12,80,668 തിരുവിതാംകൂറിലെ ജനസംഖ്യ. ആ 12 ലക്ഷം 13 ലക്ഷത്തോളം അടുത്ത് നിൽക്കുന്ന മനുഷ്യരിൽ 1,64,864 അടിമകളുണ്ടായിരുന്നു. 1836 തിരുവിതാംകൂറിൽ 1.5 ലക്ഷത്തിലധികം അടിമകളുണ്ടായിരുന്നു. അപ്പൊ ഈ അടിമബോധം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഒരു കാര്യമല്ല. മലബാറിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വിവാദ സ്ഥലമായ അഞ്ചരക്കണ്ടി കോളേജ് നിൽക്കുന്ന അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ് നേരത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് അടിമകളെ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് എസ്റ്റേറ്റിൽ ജോലി ചെയ്യിപ്പിച്ചതിനെ സംബന്ധിച്ച്
അന്നത്തെ മലബാർ കലക്ടർ അന്വേഷിച്ച് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതിനെ സംബന്ധിച്ചൊക്കെ അന്നത്തെ രേഖകൾ പരിശോധിച്ചാൽ 1836 ഈ സമത്വ സമാജം സ്ഥാപിച്ച വർഷം തന്നെ തിരുവിതാംകൂറിലെ സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉടമകൾ സർക്കാരായിട്ടും, അതായത് രാജഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന അടിമകൾ 1836 മോചിപ്പിക്കപ്പെട്ടു. 1743 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിരോധിക്കുന്നത്. നമ്മുടെ പ്രദേശത്ത് അതോടുകൂടി ബ്രിട്ടീഷ് മലബാറിന്റെ ഭാഗമായ നമ്മുടെ പ്രദേശത്ത് 1743 അടിമത്തം നിരോധിക്കപ്പെട്ടു. 1754 തിരുവിതാംകൂറിലും 1855 കൊച്ചിയിലും അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ വന്നു. ഈ 1836 ശേഷം 1936 വരെയുള്ള ഒരു നൂറ്റാണ്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ അടിമ ജീവിതത്തിൽ നിന്ന് അന്തസ്സുള്ള മനുഷ്യ ജീവിതത്തിലേക്കുള്ള നമ്മുടെ നാടിന്റെ സഞ്ചാരത്തിന്റെ വലിയ പോരാട്ടങ്ങൾ നടന്ന ഒരു നൂറ്റാണ്ടാണ് 1836 മുതൽ 1936 വരെയുള്ള. ഞാനൊരു നൂറ്റാണ്ട് ശരിയായി പറയാൻ വേണ്ടിയിട്ടാണ് 1936 എന്ന് പറഞ്ഞത്. 1936 കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് 36 തൊട്ടടുത്ത വർഷം 1937 കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥാലയ സംഘം രൂപീകരിക്കപ്പെടുന്നു. അത് പി എൻ പണിക്കരുടെ നേതൃത്വത്തിലല്ല, സഖാവ് കെ ദാമോദരന്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് തിരൂരിൽ തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗം അവിടെ വെച്ച് ഈ സംഘം രൂപീകരിക്കുകയും കോഴിക്കോട് വെച്ച് സമ്മേളനം നടന്നത് വിലപ്പെടുത്തുകയും ചെയ്യുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ച സമത്വബോധം കഴിഞ്ഞ നൂറ്റാണ്ടിന്, ഞാൻ സൂചിപ്പിച്ച നൂറ്റാണ്ട് കാലത്ത് നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടം കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വികസിക്കുന്ന ഘട്ടം കൂടിയാണ്. 1930 ഈ നവോത്ഥാന ഇടപെടലുകൾക്ക് പുതിയ മാനങ്ങൾ കൈവരുന്നത്. അത് തികച്ചും രാഷ്ട്രീയമായ വികസിക്കുന്ന ആ സമയത്തുണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുകയും കർഷകരെയും തൊഴിലാളികളെയും ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അവരുടെ സാമൂഹ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായ തരത്തിലേക്കുള്ള വിവിധ ഇടപെടലുകൾ നടക്കുന്നതിൻ്റെയും കൂട്ടത്തിലാണ് ഈ ഗ്രന്ഥാലയ സംഘങ്ങൾക്ക് കെ ദാമോദരന്റെ നേതൃത്വത്തിൽ രൂപമാകുന്നത്. ഇവിടെ വളരെ രസകരമായ ഒരു സാമ്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതേ വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിക്കാനുള്ള കോഴിക്കോട്ടെ പ്രസിദ്ധമായ യോഗവും നടക്കുന്നത്. കെ ദാമോദരന്റെ കൂടെ പങ്കാളിത്തത്തിലാണ് ആ യോഗം നടക്കുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന വഴികൾ, അത് കേരളത്തിൽ നിന്ന് പരിശോധിക്കുന്ന സമയത്ത് നവോത്ഥാനത്തിന്റെ ഒരു ധാര നമുക്കതിൽ കാണാൻ കഴിയും. അയ്യാവൈകുണ്ഠ സ്വാമികളിൽ നിന്ന് ആരംഭിച്ച് പാപ്പടാനന്ദൻ, ശ്രീനാരായണ ഗുരു, പൊയ്കേരി യോഹന്നാൻ, ഇങ്ങനെ എണ്ണമറ്റ നവോത്ഥാന പരിഷ്കർത്താക്കളിലൂടെ തികച്ചും ജനകീയമായി കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ട് വളർന്ന ഒരു ധാര. ആ ധാര മറ്റൊരു ധാരയുമായി കണ്ണിചേർക്കപ്പെടുന്നു. ആ കണ്ണിചേർക്കപ്പെടുന്നത് 1836 പ്രണയവും ദാർശനിക പഠനവും കൊണ്ടു നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സഖാവിനൊപ്പം 1848 എഴുതിയ ലോകപ്രസിദ്ധമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അത് മുമ്പോട്ട് വെച്ച പ്രചോദനം
ലോകത്തിലെ എല്ലായിടത്തുമുള്ള ചെറുപ്പക്കാരെ പ്രചോദിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഈ നാടിനെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. 1912 മാർച്ചിനെ മലയാളം അറിഞ്ഞു തുടങ്ങി, സ്വദേശാഭിമാനിയുടെ ജീവചരിത്രത്തിലൂടെ. പിന്നീട് ക്രമാനുഗതമായി കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ വടകരയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം കോപ്പി അന്ന് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആശയം നവോത്ഥാന ഇടപെടലുകളിലൂടെ സമത്വബോധം ഒരു തരത്തിൽ ആർജിച്ചു വന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ ആശയം കൂടെ എത്തിച്ചേരുക, അത് വളരെ ഫലപ്രദമായി നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കർഷക സംഘടനകളായി, തൊഴിലാളി സംഘടനകളായി, മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ഗ്രന്ഥാലയ പ്രവർത്തനങ്ങളും കലാസമിതി പ്രവർത്തനങ്ങളുമായി പടർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. ഇതോടുകൂടി ചേർത്തുകൊണ്ട് നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 1836 വരെയുള്ള ഒരു കാലഘട്ടം നാം സൂചിപ്പിച്ചു. അതിനുശേഷമുള്ള ഒരു നൂറ്റാണ്ട് കേരളത്തിൽ നടന്ന സവിശേഷമായ പോരാട്ടങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 1936 ശേഷം കേരളത്തിൽ രൂപപ്പെടുന്ന തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള സംഘടനാ രൂപങ്ങൾ, അതിൻ്റെ പോരാട്ടങ്ങൾ, കർഷക പോരാട്ടങ്ങൾ, തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, വടകര കേന്ദ്രീകരിച്ച് നടക്കുന്ന പോരാട്ടങ്ങൾ, ഇതെല്ലാം വിശദാംശങ്ങളില്ലാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. 1956 കേരളം രൂപപ്പെടുന്നു. ആ കേരളം രൂപപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഐക്യ കേരള കലാസമിതി പണിക്കോട്ടിയിൽ രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സാമൂഹികമായ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഊർജമാണ് ഐക്യ കേരള കലാസമിതിയുടെ രൂപീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച അടിമബോധത്തിൽ നിന്ന് കുതറി ഉയർന്ന മാനവികതയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന സാമൂഹ്യ ഇടപെടലുകളുടെ ശാസ്ത്രീയമായ ദിശാഗതിയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത കളപ്പട്ടൻ്റെ പുസ്തകത്തിൽ പറയുന്നത് കുട്ടിമാഷ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗമാണ് ഈ കലാസമിതിക്ക് രൂപം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അന്ന് ആ ചെറുപ്പക്കാരായ ആളുകൾക്ക് അതിന് അന്തരീക്ഷം ഒരുക്കിയത് ഈ സാഹചര്യമാണ്. ആ സാഹചര്യം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി നാം ഇന്നത്തെ നേരത്തെ സൂചിപ്പിച്ച ഇത്തിരി ശാന്തിതരൻ ശർക്കരയിൽ നുണയുന്ന സമയത്ത് അതിൽ കാലുഷ്യവും വിഷവും ചവർപ്പും കലർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു വശം കൂടെ നാം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് കേരളം 1956 രൂപപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. അതും ഈ തരത്തിലുള്ള ഒരു വലിയ പ്രക്രിയ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. 1857 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായുള്ള സമരം നടക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായുള്ള സമരം ഒരു ഘട്ടത്തിൽ വിജയിച്ചതിന് ശേഷം രാജ്യത്തിന്റെ ഭരണത്തിന് ചുമതലപ്പെടുത്തുന്നത് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന രാജാവിനെയാണ്. ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്തിന് അപ്പുറത്ത് അന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം അന്തരീക്ഷം മാറുന്നുണ്ട്. ഒരു ഡൊമീനിയൻ റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. 1920 21 പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയം വരുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പൊതുവായ അംഗീകാരം നേടുന്ന 1920 മുതൽ 30 വരെയുള്ള ദശകത്തിന്റെ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് ലോകത്ത് പൊതുവിൽ രൂപപ്പെട്ട രാഷ്ട്രസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഉൾക്കൊള്ളലിൻ്റെതായ ഒരു സങ്കല്പത്തിന് പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രസങ്കല്പമായി വികസിച്ചതാണ്.
ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ രാഷ്ട്രം എന്ന സങ്കല്പം ആണ് ആ ദശകത്തിൽ നടന്ന വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ പൊതുവിൽ സ്വീകരിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതല്ല. അങ്ങനെ ഒരു ഇൻക്ലൂസീവായ സ്വഭാവത്തോടു കൂടിയ രാഷ്ട്രം എന്ന സങ്കല്പം വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ മതരാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രണ്ട് രീതിയിലും ഇന്ത്യ രാജ്യത്ത് ശക്തമായി തന്നെ നിലനിന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ശക്തികളുടെ നേതൃത്വത്തിലുള്ള ഒരു ധാരയും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമാണ് വേണ്ടത് എന്നതിൻ്റെ മറ്റൊരു ധാരയും ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന ആശയം അംഗീകരിക്കപ്പെടുന്നത്, പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ഭരണഘടനയിൽ പിന്നീട് രേഖപ്പെടുത്താവുന്ന തരത്തിൽ എല്ലാ മനുഷ്യരെയും ഒന്ന് ചേർത്തുകൊണ്ട് തന്നെയാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അടിമബോധത്തിൽ നിന്ന് മാനവികതയിലേക്ക് വളരുന്ന സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. എല്ലാ മനുഷ്യരും ഒന്നാണ്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മനുഷ്യരും ഒന്നാണ്, നാം ഇന്ത്യയിലെ ജനങ്ങൾ, അതിന് വിവേചനങ്ങളില്ല. ആ ആശയത്തിൻ്റെ ഭരണപരമായ മറ്റൊരു വളർച്ചയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിലുണ്ടാകുന്നത്. ആ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ ആശയ അടിത്തറ സഖാവ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കേരളം രൂപപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലാണ് ഇവിടെ കേരളം രൂപപ്പെടാത്ത ഒരു ഘട്ടത്തിൽ മലബാറിന്റെ ഭാഗമായി, മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമായി മലബാർ ആയി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഐക്യ കേരളത്തെക്കുറിച്ചുള്ള സങ്കല്പവുമായി കുറച്ചാളുകൾ ഒരു കലാസമിതിക്ക് രൂപം കൊടുക്കുന്നത്. ഒരു സാധാരണ കലാസമിതി പ്രവർത്തനമല്ല അത്. ഈ വലിയ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടപെടലാണ്. അത് ഐക്യ കേരള കലാസമിതി എന്ന് പറയുന്ന ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ആ തുടക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളം രൂപപ്പെട്ടു. കേരളം പിന്നീട് വളർന്നത് ഈ ധാരയിലൂടെ തന്നെയാണ്. അതാണ് കേരളത്തെ ഇന്ന് വ്യതിരിക്തമായി നിലനിർത്തുന്നത്. എങ്ങനെ മനുഷ്യരെ സമന്മാരായി പരിഗണിക്കാം, എങ്ങനെ അവരെ സമന്മാരായി രൂപപ്പെടുത്താം, ഇതാണ് കേരളം ഈ കാലം അത്രയും അന്വേഷിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയും അങ്ങനെ അന്വേഷിക്കേണ്ടതായിരുന്നു. ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ആ അന്വേഷണത്തെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യൻ, ഒരു വോട്ട്, ഒരു മൂല്യം എന്ന രാഷ്ട്രീയ തുല്യതയിലേക്ക് ഭരണഘടന അംഗീകരിക്കുന്നതോടുകൂടി നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു വോട്ട്, ഒരു മൂല്യം എന്ന രാഷ്ട്രീയ സാമൂഹ്യ തുല്യതയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം എന്ന് അംബേദ്കർ എന്ന ഘട്ടത്തിൽ പറഞ്ഞു. അത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അസമത്വത്തിന്റെ വലിയ അനുഭവം ഒരു മനുഷ്യൻ, ഒരു വോട്ട്, ഒരു മൂല്യം എന്നുള്ള രാഷ്ട്രീയ തുല്യത നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ, ഒരു മൂല്യം എന്ന് പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ സമ്പത്തും കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്ന വളരെ കുറഞ്ഞ ശതകോടീശ്വരന്മാരെ സംബന്ധിച്ചും ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ കണക്കെടുക്കുന്ന സമയത്ത് 105ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്കും നാം നമ്മുടെ രാജ്യത്തെ തന്നെ തിരിച്ചറിയുന്നു. എന്നാൽ കേരളം അങ്ങനെയല്ല സഞ്ചരിച്ചത്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്നുള്ള നിലയിലുള്ള യാതൊരു ആനുകൂല്യവുമില്ലാതെ ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥകൾക്കനുസരിച്ച് രൂപപ്പെടുത്തപ്പെട്ട പരിമിതമായ അധികാരങ്ങളുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു.
അത് ഈ കാഴ്ചപ്പാട് വിവിധ ഘട്ടങ്ങളിൽ പ്രയോഗിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്. 1957 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് രൂപപ്പെടുന്നതോടുകൂടി അത് ആരംഭിക്കുകയാണ്. ഭൂമി സമ്പത്തിന്റെ ഉടമാവകാശം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിക്കുന്നു. നേരത്തെ സമരങ്ങളിലൂടെയാണ് നടന്നത്. മുദ്രാവാക്യങ്ങളായിരുന്നു കൃഷിഭൂമി കർഷകന്. ആ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നു. അധ്വാനത്തിന് പ്രതിഫലം, അത് സംബന്ധിച്ച് ഒരു വ്യവസ്ഥയും ഇല്ലാതിരുന്ന നാട്ടിൽ മിനിമം കൂലി പ്രഖ്യാപിക്കപ്പെടുന്നു. കൂലിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ രൂപപ്പെടുന്നു. നിയമബദ്ധമായി കൂലി കൊടുക്കേണ്ട ഒരു നാടായി കേരളം മാറി തുടങ്ങുന്നു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട അറിവ് ഒരു വിഭാഗം കൈയടക്കി വെച്ചിരുന്ന ഒരു നാടിന്റെ അവസ്ഥയിൽ നിന്ന് ആ അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാക്ഷരതാ പ്രവർത്തനവും ഗ്രന്ഥാലയ പ്രവർത്തനവും വായനശാലാ പ്രവർത്തനവും ഒക്കെ നടത്തിയിരുന്ന വിപ്ലവകാരികൾ നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ആ അറിവ് എല്ലാ മനുഷ്യർക്കും സർക്കാർ തലത്തിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുന്നു. ഭൂമി വിതരണം ചെയ്യുന്നു, വരുമാനം വിതരണം ചെയ്യുന്നു, അറിവ് വിതരണം ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള വിവേചനമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിച്ചുകൊണ്ട് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമമാണ് 1957 മുതൽ ഈ വർഷം വരെ കേരളത്തിൽ പുരോഗമന സ്വഭാവത്തോടുകൂടി ഭരണം നടത്തിയ എല്ലാ സർക്കാരുകളുടെയും ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഫലമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ നടപടികളിൽ, വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിൽ, ആരോഗ്യ രംഗത്തെ ഇടപെടലിൽ, ഏറ്റവും അവസാനം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള ഇടപെടലിന്റെ ഫലമായി പശ്ചാത്തല മേഖലയിലുള്ള വൻതോതിലുള്ള കുതിച്ചുചാട്ടം, ഇതെല്ലാം ചേർന്ന് കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ തലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഞാൻ വീണ്ടും കക്കാടിന്റെ വരികൾ ഓർമ്മിക്കുകയാണ്. ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ചു. വിവിധ മേഖലകളിലാണ് ഈ ചവർപ്പ് കുടിച്ചു പറ്റിച്ചിട്ടുള്ളത്. ശാന്തി പൂർണ്ണമായിട്ടില്ല. ഇത് താൽക്കാലികമാണ്. ഇതിൽ നഞ്ഞു കലക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശാന്തിയിലേക്ക് എത്തിച്ചേർന്ന വഴികൾ വളരെ പ്രധാനമാണ്. പരിമിതമായതെങ്കിലും ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഈ ശാന്തിയുടെ ശർക്കര ചെറിയ തോതിലെങ്കിലും നുണയുന്ന ഒരു ജീവിതം നമുക്കിന്നുണ്ട്. ആ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ പറഞ്ഞ വഴികളിലൂടെയാണ്. അതിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ പ്രായോഗിക രൂപങ്ങളുണ്ട്. അതിൽ ഇടപെട്ട മനുഷ്യരുണ്ട്. അതിന്റെ എല്ലാം ഫലമാണ് ഇന്നത്തെ ജീവിതം. പക്ഷെ ഇന്ന് ഈ അവസ്ഥയിൽ ഇതിന്റെ മെറിറ്റുകളൊക്കെ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ നാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ആഘോഷം നടന്നു. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ ഇന്നലെ പൂരം നടന്നു. ഇന്നലെയും ഇന്നും 2 പേർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അലോസരം തോന്നുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ എന്തെങ്കിലും ചോർന്നു പോകുന്നുണ്ടോ എന്ന പരിശോധന നാം നടത്തേണ്ടതുണ്ട്. മനുഷ്യത്വം, മനുഷ്യരായി പരിഗണിക്കുക എന്ന് പറയുന്നത് സൗകര്യങ്ങളിലും സുഖങ്ങളിലും മാത്രം നടക്കേണ്ട ഒന്നല്ലല്ലോ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ
ആ മാറ്റം നമ്മളറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്താനുള്ള സന്ദർഭമായി കൂടി നേരത്തെ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഗുണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയുമ്പോൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഉദാഹരണം വെച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ കേരളത്തിൽ അടുത്ത കാലത്ത് അത്തരം പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷം ഏത് രൂപത്തിലും നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത്? പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തുകയാണ്. കേരളത്തിലേക്ക് തൊഴിലിന് വേണ്ടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർക്കെതിരെയുള്ള വിദ്വേഷം രൂപപ്പെടുത്തുന്നു. മതപരമായി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കെതിരെ ഭൂരിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, ഭൂരിപക്ഷത്തിൽപ്പെടുന്ന ആളുകൾക്കെതിരെ ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വിദ്വേഷം രൂപപ്പെടുത്തുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജാതിയുടെ എല്ലാ സാമ്പത്തിക ഘടകങ്ങളെയും പൂർണ്ണമായി തകർത്ത നാടാണ് നമ്മുടേത്. പക്ഷെ ഇപ്പോഴും ജാതിയുടെ മൂല്യവ്യവസ്ഥ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ പേരിൽ വിദ്വേഷം രൂപപ്പെടുത്താനുള്ള ശ്രമം നാട്ടിൽ നടക്കുന്നു. പ്രതിലോമകരം എന്ന് കണ്ട് നമ്മുടെ സമൂഹം തിരസ്കരിച്ച പല സാമൂഹിക ആചാരങ്ങളും അതിന്റെ ഏറ്റവും ഗുരുതരമായ പ്രതിലോമ സ്വഭാവത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരപ്പെടുന്നു. അപ്പൊ രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിലെ ദുരിതം അനുഭവിക്കുന്ന മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ കഴിയുന്ന നാടായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ കൂടിയിരിക്കുന്ന ആദ്യകാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ അവരുടെ ജീവിതം നൽകി നമ്മുടെ നാട് രൂപപ്പെടുത്തിയതാണ്. എന്നാൽ ആ നാട് നിലനിൽക്കണമല്ലോ. ആ നാട് തകരാനിടയാകുന്ന തരത്തിലുള്ള പല ഘടകങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് ഗൗരവത്തോടു കൂടി തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് പ്രതിരോധിക്കാനും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പുതിയ തലത്തിലേക്ക് കേരളത്തെ എത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പുതിയ കേരളത്തെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി നാം പരിഗണിക്കേണ്ടി വരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരമൊരു കാര്യം കൂടി ഈ ആദ്യകാല പ്രവർത്തക സംഗമത്തിന്റെ സന്ദേശമായി രൂപപ്പെടണം എന്ന ധാരണയിലാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ലോകം വലിയൊരു ഭീഷണിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ സംഘർഷപൂരിതമാണ്, താൽക്കാലിക ഇടവേളയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അതൊരു യുദ്ധം എന്ന കേവലാർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത സാമ്പത്തിക ചൂഷണം ഒരു പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ലോക മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി അതിനെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. മുതലാളിത്തത്തിന്റെ തുടക്കഘട്ടത്തിൽ അക്രമോത്സുകമായ മൂലധന സമാഹരണത്തെ സംബന്ധിച്ച് മാർക്സ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ തരത്തിലേക്ക് അക്രമോത്സുകമായ രീതിയിൽ മൂലധന സമാഹരണത്തിൽ നടത്തേണ്ടി വരുന്ന തരത്തിലേക്ക് ആ സംവിധാനം ഇപ്പോൾ തകർച്ചയെ നേരിടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വെനിസ്വേല ആക്രമിക്കപ്പെട്ടത്. നേരത്തെ വെനിസ്വേല ആക്രമിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇറാഖ് അധിനിവേശമായാലും അഫ്ഗാനിസ്ഥാൻ അധിനിവേശമായാലും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ കടന്നുകയറ്റമായാലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് അവിടെ അധിനിവേശം നടത്തിയിരുന്നത്. ആ രീതിയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വെനിസ്വേലയ്ക്ക് നേരിട്ട് കയറുകയാണ്. അതിന് വേറെ ന്യായമൊന്നും പറയേണ്ടി വന്നിട്ടില്ലല്ലോ അവർക്ക്.
ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളം കടന്നു ചെയ്യുന്ന ആ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുപോകാൻ വേറൊരു ന്യായമില്ലല്ലോ. ഇറാഖ് പോയ സമയത്ത് ന്യായം ഉണ്ടായിരുന്നു. അപ്പൊ ആ ന്യായങ്ങളൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വെനിസ്വേലയ്ക്ക് ശേഷം ഇറാനിൽ പോയ സമയത്തും ഇപ്പോ ന്യായമൊന്നും പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലേക്ക് ലോക മുതലാളിത്തവും സാമ്രാജ്യത്വവും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ ഇപ്പൊ തന്നെ ബാധിച്ചു കഴിഞ്ഞു. വളരെ ചെറിയ തോതിലാണ് ഇപ്പൊ ബാധിച്ചിട്ടുള്ളത്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രവചനാതീതമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നിലനിൽക്കണം. അപ്പൊ ഇത് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഇതിന്റെ ബദൽ എന്താണ് എന്നത് കൃത്യമായ ധാരണ ഉണ്ടാവണം. ആ ബദലാണ് 1936 മുതൽ കേരളത്തിൽ ഐക്യകേരള കലാസമിതിക്ക് ഉൾപ്പെടെ രൂപം കൊടുത്ത ഇവിടെ കൂടിയിരിക്കുന്ന പൊതുപ്രവർത്തകന്മാർ തിരിച്ചറിഞ്ഞത്. അവരുടെ ജീവിതകാലത്ത് അന്നത്തെ ബദൽ അവർ തിരിച്ചറിഞ്ഞു. അത് സോഷ്യലിസമാണ്, സമത്വം എന്ന ആശയമാണ്. ആ സമത്വം എന്ന ആശയം സമൂഹത്തിൽ പ്രയോഗിക്കേണ്ട വിവിധങ്ങളായ വഴികളാണ് ഇവരെല്ലാം ചേർന്ന് നടത്തിയത്. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇന്ന് നാം നേരിടാൻ പോകുന്ന പ്രതിസന്ധി, അതിൻ്റെയും പ്രതിവിധി ഇത് മാത്രമാണ്. സോഷ്യലിസമാണ് ബദൽ, അതിനൊരു സംശയമില്ല. ഈ മുതലാളിത്ത സാമ്രാജ്യത്വ പദ്ധതികൾക്ക്, ആ പദ്ധതികൾക്ക് ബദലായി ലോകത്തിന്റെ മുമ്പാകെ ഇന്ന് നിലവിലുള്ളത് സമത്വവാദം മാത്രമാണ്. അതെങ്ങനെ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും? അതിന്റെ സൂക്ഷ്മാംശങ്ങളിൽ ചിലപ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്നവർക്കെല്ലാം ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. അത് നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തെ എങ്ങനെ ഈ സമത്വ ബോധത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും, അതിനാവശ്യമായ തരത്തിലേക്ക് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്ന പടവുകളിൽ നിന്ന് എങ്ങനെ മുന്നോട്ടേക്ക് നടക്കാൻ കഴിയും എന്ന അന്വേഷണമാണ് കേരളത്തിൽ നടക്കേണ്ടത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നവകേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകേണ്ട കേരളം എങ്ങനെയാണ്? 1956 കേരളം ഒരു സ്വപ്നം കണ്ടു. കേരളം രൂപപ്പെടുന്ന സമയത്ത് പുതിയ കേരളം എങ്ങനെയായിരിക്കണം? ആ കേരളത്തിന്റെ വലിയൊരളവ് നാം നേടിക്കഴിഞ്ഞു. ജാതി ജമ്മി നാടുവാഴിത്തം തകർത്തെറിഞ്ഞു കളഞ്ഞ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമായ കർമ്മപദ്ധതികൾ രൂപപ്പെടുന്ന സമയത്ത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഭീതിതമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ബദലായി ഒരു സോഷ്യലിസ്റ്റ് പ്രയോഗം നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും, അതിനുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത് എന്ന് നമ്മുടെ ഈ സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അത്തരമൊരു ഇടപെടലിന് തങ്ങളുടെ ജീവിതകാലത്ത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടുകൂടി നടത്തി ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും മുന്നേറ്റത്തിൽ പങ്കുവഹിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.